നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. അത്ര ശുഭകരമായ ഒരു ദിവസമല്ല. നമ്മുടെ ശരിക്കും കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു ദിവസമാണ് കടന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം വൈകുന്നേരം ഒരു 6:15 കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പറയുകയാണ്, ഞാനൊരു 6 പേരെ കൊന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അബദ്ധവശാൽ, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടെ ആയുസിൻ്റെ ബലം എന്നൊക്കെ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ച പോലെ അമ്മ മരിച്ചില്ല. കൊന്നു എന്ന് വിചാരിച്ച് തന്നെയാണ് 6 പേരെന്നൊരു മൊഴി കൊടുക്കുന്നത്. കൊന്നു എന്ന് പറയുന്നു. പോലീസ് ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് നാട്ടുകാർ പോലും അറിയുന്നത് അതിഭീകരമായ 5 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. അതിഭീകരമായ ഗുരുതരമായ അവസ്ഥകളിലൂടെ ഒരു ഉമ്മയും കിടക്കുന്നു. ചേട്ടാ, ഞാൻ രോഗിയാണ്, ക്യാൻസർ സർവൈവറാണ്. റീസെൻ്റ്ലി അവരുടെ സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചേട്ടാ, ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിൽ പോലീസ് ഇല്ലേ എന്നാണ്. ഈ നാട്ടിലൊരു ക്രമസമാധാന പരിപാലനമില്ലേ? കാര്യം നമ്മൾ ഈ അടുത്തിറങ്ങിയ എല്ലാ ലൂസ് ടോക്കിലും നമ്മൾ സംസാരിക്കുന്നത് എന്തെങ്കിലും ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ക്രമസമാധാന പ്രശ്നങ്ങൾ, ഇത് മാത്രമാണ് കേരളത്തിലുള്ളത്. കാര്യം ചേട്ടൻ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പോലും എന്നെ സംബന്ധിച്ചതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. കാര്യം ഇത് നമ്മൾ നിരന്തരമായി ഇങ്ങനെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതായി പോയി. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് യാതൊരു സുരക്ഷിതത്വമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഈ ഇടയ്ക്ക് നടന്ന പല സംഭവങ്ങളിലും മനുഷ്യ ശ്രദ്ധിക്കുക, ഇത് പലപ്പോഴും വീട്ടിനുള്ളിൽ തന്നെയാണ്, വീട്ടുകാരെ തന്നെയാണ് ആക്രമിച്ചിട്ടുള്ളത് ഈ പല ആളുകൾ. അതൊരു വലിയ സംഭവമാണ്. കാരണം ഈ നേരത്തെയൊക്കെ മറ്റേ അന്യരെ അല്ലെങ്കിൽ ശത്രുക്കളെയൊക്കെ പലരും ആക്രമിക്കും. ഇന്ന് സ്വന്തം കുടുംബാംഗങ്ങളെ ഈ രീതിയിൽ ഇമാതിരി കൊല്ലുക, അമ്മയെ കൊല്ലുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു അമ്മയെ കഴിഞ്ഞ ദിവസം ആരോ തലക്കടിച്ച് തോന്നുന്നു ഇതുപോലെയൊക്കെ തന്നെ. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ അർഫാൻ എന്ന് പറഞ്ഞ് കേവലം 23 വയസ്സാണ് ഈ പയ്യനുള്ളത്. ഇയാൾ അച്ഛൻ്റെ ഒപ്പം തന്നെ വിദേശത്ത് വിസിറ്റിംഗ് വിസയിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അവിടുന്ന് വിസ കാലാവധി തീർന്നപ്പോൾ തിരിച്ചു വന്നു. പക്ഷേ എനിക്ക് സംബന്ധിച്ച് ഞാൻ വളരെ ഞെട്ടിയൊരു കാര്യം, ഇത് എന്തിനു വേണ്ടിയാണ്? എല്ലാ കൊലപാതകങ്ങൾക്കൊരു മോട്ടീവ് കാണും. അല്ലാത്ത കൊലപാതകങ്ങളെ നമ്മൾ അപകടങ്ങൾ എന്ന് പറയും, മരണങ്ങളെ. അത് അപകട മരണങ്ങളാണെന്ന് പറയും. അല്ലാതെ ഉണ്ടാകുന്ന ഏത് മരണവും ഒന്നെങ്കിൽ സ്വാഭാവികമായ അസുഖബാധിത മരണം, അല്ലെങ്കിൽ അപകട മരണം, അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിൽ അതിൻ്റെ മോട്ടീവ് ഉണ്ടാവണം. ആരും കൈ ഇങ്ങനെ ചുമ്മാ വീശുമ്പം കത്തി കൊണ്ടൊരാൾ മരിക്കുകയൊന്നുമില്ല. അത് ചെറിയ ചെറിയ നിസ്സാരപ്പെട്ട കാര്യങ്ങളുടെ പുറത്താണെങ്കിൽ പോലും കൊലപാതകങ്ങൾക്കൊരു മോട്ടീവാണ്. ഇവൻ പക്ഷെ പറഞ്ഞ മോട്ടീവ്, ഞങ്ങളുടെ കുടുംബം സാമ്പത്തികമായ വലിയ പരാധീനതകളിലാണ്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഈ അർഫാന്റെ ഉപ്പ വിദേശത്താണ്. അദ്ദേഹം ഫർണിച്ചർ ഷോപ്പ് തുടങ്ങി. അതിഭീകരമായ കടം വന്നു, ബിസിനസ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ വീട് വിൽക്കേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ വീട് വിറ്റ് കിട്ടുന്ന പൈസ എടുത്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ട്രാവൽ ബാൻ ഉണ്ട്. കാര്യം വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി രക്ഷപ്പെടാൻ സാധ്യതകളുണ്ട്. ആളുകൾക്ക് ട്രാവൽ ബാൻ ഏർപ്പെടുത്തും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പയ്ക്ക് ഇതുവരെ തിരിച്ചെത്താനായിട്ട് ഇതുവരെയും. പക്ഷേ ഇതാണ് അർഫാൻ പറഞ്ഞത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അതിനെ പൂർണ്ണമായും എതിർക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമില്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്കത് പരിഹരിക്കാം എന്നാണ്. ഇപ്പോൾ അർഫാന്റെ പിതാവിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, ഇവരുടെ മൂത്തുമ്മ, അച്ഛന്റെ അമ്മ, മൂത്തുമ്മ. അത് മാത്രമല്ല, എനിക്ക് മനസ്സിലാവാത്തത്, പ്രണയിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ, ഫസാന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് തലക്കടിച്ചിട്ട്. ഇതിനകത്തെല്ലാം ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ദുഃഖകരമായൊരു കാര്യം, ഇവനൊരു ബോൺ ക്രിമിനൽ ആണെന്നുള്ളതാണ്. കാര്യം ആളുകൾ, എൻ്റെ വായനയിൽ അല്ലെങ്കിൽ എൻ്റെ ഒബ്സർവേഷനിൽ ഇങ്ങനെയുള്ളൊരു കാര്യം, ഈ ഒരിക്കൽ പോലും താൻ അപകടത്തിൽപ്പെടുത്തിയ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുതെന്ന് ഇവന് പൂർണ്ണമായ ഉറപ്പ് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാവരും തല നോക്കിയാണ് ഉപദ്രവിച്ചത്. പല ആളുകളുടെ മുഖം പോലും ഇല്ലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അപ്പം ആ പെൺകുട്ടിയുടെ മുഖം തന്നെ വികൃതമാക്കിയിരുന്നു. കാര്യം അടിച്ച് നെറ്റിയിലാണ് ആദ്യത്തെ അടി വരുന്നത്. പിന്നീട് തല വെട്ടിപ്പൊളി. കാര്യം വലിയ തരത്തിലുള്ള വാള് പോലുള്ള കത്തി വെച്ചും അതുപോലെ ചുറ്റിക വെച്ചിട്ടുമാണ് ഉപദ്രവിച്ചത്. തലയുടെ നടുക്ക് വെട്ടുക, തലക്കിട്ട് തന്നെ ഉപദ്രവിക്കുക, ദേഹഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നതിന് മുൻപ് തന്നെ തലക്കേക്കുന്ന വെട്ടോട്. ആലോചിച്ച് നോക്കുക, ഇയാൾ എത്ര മണിക്കൂർ എടുത്തതാണ് ഈ സ്ഥലം. എനിക്ക് എൻ്റെ നെടുമങ്ങാട്, ഞങ്ങളുടെ നെടുമങ്ങാട് താലൂക്കാണ്, ഈ പല സ്ഥലങ്ങളും എനിക്കറിയാം. ഈ സ്ഥലങ്ങളിലുള്ള പലരും എൻ്റെ കൂടെ കൊണ്ട് പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ പക്ഷേ പലരും എവിടെയാണെന്ന് നമുക്കറിയില്ല. ഈ സ്ഥലം നമുക്കെല്ലാം അറിയാവുന്ന സ്ഥലങ്ങളാണ്. ഈ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ആവറേജ് 1/2 മണിക്കൂർ സമയമുണ്ട് മിനിമം.
അപ്പോൾ ഈ 3 സ്ഥലത്താണ് ഇയാൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 സ്ഥലത്തും പോയി പറഞ്ഞാൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കും. ഇതും കഴിഞ്ഞ് ഇയാൾ കുളിച്ച് വളരെ ഫ്രഷ് ആയിട്ട് വന്നു എന്നാണ് പോലീസ് സ്റ്റേഷനിൽ. താക്കോല് വണ്ടിയുടെ താക്കോല് കയ്യിലിട്ട് കറങ്ങിക്കൊണ്ടൊക്കെ വന്നു എന്നാണ്. അല്ലെ, എന്തൊരു മനസ്സാണ് ഇനിയിപ്പോ സാമ്പത്തിക ബാധ്യത, ഇയാൾ പറഞ്ഞതുപോലെ സാമ്പത്തിക ബാധ്യതയുണ്ട്. അച്ഛൻ ഏറ്റവും ഇളയാളുണ്ട് അച്ഛൻ. മൂത്ത സഹോദരങ്ങളൊന്നും തന്നെ സാമ്പത്തികമായ ഈ പരാധീനതകൾക്കിടയിൽ തങ്ങളെ സഹായിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ വൈരാഗ്യപ്പുറത്താണെങ്കിൽ ലത്തീഫ് യവനെ നിരന്തരം ഉപദേശിക്കുമായിരുന്നു എന്നാണ് കൊലപാതകം നല്ല അർത്ഥം. അച്ഛന്റെ ചേട്ടനല്ലേ അവൻ കുഴപ്പക്കാരനായിരുന്നു, അയാൾ ഉപദേശിച്ചാണ്. അതല്ല, ഇനിയിപ്പോ കൊലപാതകത്തിനൊരു മോട്ടീവായി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേശമോ അല്ലെങ്കിൽ അച്ഛന് പണം കൊടുക്കാത്തതൊക്കെ ഒരു ദേഷ്യപ്പെട്ട് ആണെങ്കിൽ പോലും എന്തിനാണ് ഈ 13 വയസ്സുള്ള അനിയനെ കൊല്ലുന്നത്? അമ്മ എന്ത് ചെയ്യും ചേട്ടാ എന്ന് ചോദിച്ച് വിളിക്കുന്ന അനിയനെ പോയി കുഴിമന്തി മേടിച്ച് കൊണ്ടും തിരിച്ച് വീട്ടിനകത്ത് വലിച്ചിട്ടിട്ട് ആ കുഞ്ഞു ബാലനെയും ഇതുപോലെ തന്നെ മൃഗീയമായി കൊന്നുകളയുക. അപ്പോൾ അവിടെ എന്താണ്, സാമ്പത്തിക ബാധ്യതയാണോ പ്രശ്നം? മാത്രമല്ല, ഇവൻ പറയുന്നത് ഇവൻ പെപ്സി കുടിച്ചു, അതിനകത്ത് വലിവിഷം ഇട്ടിട്ട് പെപ്സി കുടിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ആശുപത്രിയിലാണ്. ക്യാനിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അദ്ദേഹത്തിന് നിന്ന് വലിച്ചു പറിച്ചിട്ട് കഴിച്ച പെട്ടെന്ന് മരിക്കൊന്നുമില്ല മനുഷ്യൻ. അല്ലാത്ത ഒരു മാരകമല്ലാത്ത വേറെ ഒരുപാട് വിഷം ഉണ്ട് നമുക്ക്, അത് കഴിച്ച പെട്ടെന്ന് മരിച്ചു. പക്ഷേ കഴിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം അത് ലഹരി അടിമയായിരുന്നു ആയിരിക്കാം. അതല്ലെങ്കിൽ മനസ്സ് വരില്ല നമുക്ക് നോർമൽ മനസ്സുള്ള ഒരാൾ ഇത്രയും പേര് ഇങ്ങനെ കൊല്ലാൻ, ഇങ്ങനെ ഈ ബോഡികൾ ഓരോരുത്തിട്ട് അടുത്ത സ്ഥലത്ത് കൊല്ലിട്ട് വരാനൊന്നും ലോകത്ത് എത്ര ബോണും ക്രിമിനലാണെങ്കിൽ പോലും അവന് കഴിയില്ല, അത് ഉറപ്പാണ്. ഇയാൾ കഴിഞ്ഞ മദ്യപിക്കുമായിരുന്നു. അതിനെ മദ്യമായിരിക്കല്ലോ ഒരു പക്ഷേ അതിനേക്കാളും വീര്യമുള്ള ഏതെങ്കിലും ലഹരി വസ്തുക്കൾ തന്നെ ചിലപ്പോൾ മദ്യമായാൽ പോലും പോട്ടെ, പക്ഷെ ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം ഉണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള പ്രാഥമിക നിഗമനം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള ലഹരിയാണ്, രാസലഹരിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, 23 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ ഒക്കെ പഠിക്കേണ്ട, കഴിഞ്ഞൊരു പി ജി കഴിയേണ്ടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടി മരണപ്പെട്ട ഇയാളുടെ കാമുകിയായിട്ടുള്ള ആൾ പോലും പി ജിക്ക് പഠിക്കുന്ന ട്യൂഷൻ ചെയ്താണ് ജീവിക്കുന്നത്, ഒരു സൈഡ് വരുമാനം പോലെ. ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ കൊന്നുകളയ. കാര്യം ഈ ഉമ്മുമ്മേനെ ഈ ഉമ്മയ്ക്കൊരു മാലയുണ്ടായിരുന്നു, ആ മാല പണയം വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ ഇയാൾ സമീപിച്ചിരുന്നു. പക്ഷെ ഉമ്മുമ്മ പറഞ്ഞിരുന്നത് ഇവർക്കെല്ലാം 10-15 മക്കളുണ്ട്. ഇവർക്ക് ഈ 10-15 മക്കളുണ്ടായി, അവരൊക്കെ നല്ല നിലയിലാണ്, വിദേശത്താണ്, നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരായിട്ട് പോലും ഉമ്മുമ്മ താമസിക്കുന്നത് ഒരു സാധാരണ കുടിലാണ്. അപ്പൊ ഉമ്മുമ്മ എന്തിനാണ് ഈ സ്വർണം വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ മരണശേഷം പോലും മറ്റൊരാൾക്ക് ബാധ്യതയാകരുത്, തന്റെ മരണാനന്തര ചെലവുകൾക്കാണ് ഈ മാല വിറ്റ് കിട്ടുന്ന അങ്ങനെ ചിന്തിച്ച ഒരുപാട് അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഞാൻ വയസ്സായി കടന്നു അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ മക്കളാരും ഇതിന്റെ പേരും പറഞ്ഞ് ഇനി വിഷമിക്കരുത്, നല്ല മനസ്സാണ്. വന്ന് ചോദിച്ചപ്പോൾ ഇത് കൊടുക്കുന്നില്ല. ഈ കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ അവൻ അത് 2 മാസങ്ങൾക്ക് മുമ്പ് വഴക്ക് പിടിച്ചിരുന്നു, വീണ്ടും ചോദിച്ചിരുന്നു. അപ്പം ഉമ്മയടുത്ത് വീണ്ടും ചോദിക്കാൻ പോയപ്പം എതിർത്തത് കൊണ്ടായിരിക്കണം ഈ കൊന്നു തള്ളിയിട്ടുണ്ടാവുക. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ ആണല്ലോ സ്വന്തം അമ്മേൻ്റെ കഴുത്ത് വെട്ടി 15 തവണ കഴുത്ത് വെട്ടി ഒരുത്തൻ കൊന്നിട്ട് ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ്. അത് അവരിതൊരു തലച്ചോറിൽ ഒരു ക്യാൻസർ വന്നതിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീയാണ് വെട്ടിക്കൊന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ലഹരി വസ്തുക്കൾക്ക് അടിമകളാവുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അവർ ഹാലൂസിനേറ്റ് ആവുകയും അവർക്ക് പ്രതിസ്ഥാനത്ത് നിൽക്കാനും എതിർക്കാനും ഒരാൾ വേണം. അപ്പൊ അവരെന്ത് ചെയ്യും, അത് ആരെങ്കിലും, മാത്രമല്ല ഈ ഫർസാനയുടെ സ്വർണം ഉൾപ്പെടെ ഇവൻ പണയം വെച്ചിട്ടുണ്ട്. അവൻ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ തലമുറ അപേക്ഷിച്ച് ഇപ്പോഴത്തെ തലമുറ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. നമുക്കെല്ലാം ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇന്റർനെറ്റ് ഒന്നും വന്നിട്ടില്ല, മൊബൈൽ ഫോണൊന്നുമില്ല. അപ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ കൂട്ടുകാരത്ത് സമയം ചിലവഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഔട്ടിംഗ് ഒക്കെ നടത്തും, നമ്മുടെ കൂട്ടുകാരത്ത് നമ്മൾ സംസാരിക്കും, ചർച്ച ചെയ്യും, അല്ലെങ്കിൽ വായിച്ച കാര്യങ്ങൾ പറയും. ഇവരെല്ലാം ചെയ്യുന്നത് എത്രയും വേഗം വീട്ടിലെത്തിയിട്ട് അതിനകത്ത് കയറി അവരെ മുറി കയറി കഥവും കിടക്കും. ഒരുപാട് വീടുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ കുട്ടികളുണ്ടല്ലോ, ഈ പുതിയ ബർമുടയൊക്കെ നടക്കുന്ന പയ്യന്മാരുണ്ടല്ലോ, അവർ നമ്മൾ പല വീടുകളിലും പോകുന്നുണ്ട്. ഞാൻ പലപ്പോഴും നമ്മൾ പല വീടുകളിലും ചെല്ലുമ്പോൾ ഈ പിള്ളേർ നമ്മളെ ഈ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മാവൻ്റെ സുഹൃത്താണ് വന്നൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവർ തയ്യാറായില്ല. അവരെ മാറിക്കളയും. അവരെ മുറി കഥ അടച്ചിരുന്ന് അവർ ഫുൾ ടൈം ഒന്നുകിൽ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ ഇരിക്കുന്ന ലോകത്താണ്. ഇവർ മയക്കുമരുന്ന് വല്ല ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും ചിലപ്പോൾ ഈ അമ്മമാർക്ക് അറിയില്ലായിരിക്കും. രസകരമായ കാര്യം, ഇടയ്ക്ക് എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞത്, ഒരിക്കലും ഇങ്ങനെ ഒരു മകനെക്കുറിച്ച് അയാൾ ഡ്രഗ് അഡിക്റ്റാണ്, അയാളെ ഇങ്ങനെ അന്ന് തോന്നുന്നു, അവനെ ശരിയായിക്കൂടെന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ മറുപടി ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉപയോഗിക്കാത്ത പിള്ളേർ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റിയെ കുറിച്ച് അവർക്ക് അറിയില്ല, ധാരണയില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇത് ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുമെന്നും. കാരണം ഇത് പണ്ട് കഞ്ചാവ് മാത്രമേ ഉള്ളൂ, ഇന്ന് കഞ്ചാവല്ലല്ലോ, ഇന്ന് രാസലഹരിയാണുള്ളത്. ദിവസങ്ങളോളം നിലയ്ക്കുന്ന അത്രയും എഫക്റ്റുള്ള ഈ ലഹരി മരുന്നുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു നമ്മുടെ ജോസ്
കൊലപാതകം നടന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെ തന്നെ അച്ഛൻ ആദ്യം എതിർത്തിരുന്നു, പിന്നീട് അമ്മ ഒക്കെ 2-3 മാസങ്ങൾക്ക് മുൻപേ എതിർത്തിരുന്നു, വിലക്കിയിരുന്നു. വീണ്ടും അച്ഛനെ വന്ന് കൊന്നു കളയുന്ന മകൻ, അമ്മയെ കൊല്ലുന്ന മകൻ, അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിച്ചതിന് ശേഷം വഴിയിൽ കിടന്ന്, നമുക്ക് കൊച്ചിയിൽ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടതാണ്, വഴിയിൽ കിടന്ന് പോലീസുകാരെ തെറി വിളിക്കുന്ന യുവതിയുവാക്കൾ, പല രീതിയിൽ പലയിടങ്ങളിൽ നിന്നായി പിടിക്കപ്പെടുന്ന ഡ്രഗ് കടത്തിക്കൊണ്ട് പോകുന്ന യുവാക്കൾ. നമ്മുടെ നാട്ടിൽ ഞാൻ ഇപ്പോഴും ചോദിക്കും, നമ്മുടെ നാട്ടിൽ ഇതെന്താ പോലീസ് ഇല്ലേ? നമ്മുടെ നാട്ടിൽ ഇതൊന്നും നോക്കാനും നടത്താനും നമുക്കൊരു ആഭ്യന്തര വകുപ്പില്ലേ? ഇതൊക്കെ ക്രമസമാധാന പരിപാലനവും നാട്ടിലെ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇവിടെ ആരും ഇല്ലേ എന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ അത്രയും പേരില്ലേ? ഇത്രയും അധികം ആളുകളെ റിക്രൂട്ട് ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും എടുത്ത് ഇവർക്ക് ചെലവിന് കൊടുത്തിട്ട് ഈ എക്സൈസ് വകുപ്പും ഈ പോലീസ് വിന്യാസങ്ങളും ഒക്കെ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഇത് എത്രാമത്തെ കൊലപാതകമാണെന്ന് ആലോചിച്ച് നോക്കുക. പോലീസിന്റെ മൂക്കിന്റെ താഴെ നിന്നിട്ടാണ് ഇവന്മാര് ഈ പരിപാടിയെല്ലാം കാണിക്കുന്നത്. പാലക്കാട് കണ്ടില്ലേ, അന്ന് അയാൾ വന്ന് ഇത്രയും പേരെ കൊന്നില്ലേ? അവര് അമ്മയും മകനെയൊക്കെ വെട്ടി കൊന്നിട്ട് പോലും ഇത് ആരും ആ ദിവസങ്ങളിൽ മാത്രം നമ്മളെല്ലാവരും പ്രതികരിക്കും. ഇനി ഇത്തരം സംഭവം ഉണ്ടാകാതെ നോക്കാം. ചെന്താമര വിഷയത്തിൽ നിന്ന് വളരെ വ്യക്തമായി കണ്ടതാണ്, പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ചെന്താമര ഒന്ന് കൊല്ലുമെന്ന് അയാൾ നേരത്തെ പറഞ്ഞാണ്. ഒരു വീട്ടുകാരുൾപ്പെടെ പറഞ്ഞതാണ് ജാമ്യം കൊടുക്കരുതെന്ന്. കൊടുത്താൽ തന്നെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഇയാൾ വീട്ടിൽ വന്ന് വഴക്കുപിടിച്ചിട്ട് പോലും പോലീസോട് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് പോലീസിന്റെ രീതി. അപ്പോൾ ഒന്ന് രാസലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പറ്റാത്തത്, പോലീസും അത് പറയാത്തതും അതിന്റെ ടെസ്റ്റുകളുടെ തെളിവുകളും കാര്യങ്ങളും സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ട്യൂഷന് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന കാമുകി വിശ്വസിച്ച് അയാളുടെ കൂടെ പോകുന്നു. ചെന്ന് കഴിയുമ്പോൾ ഒരു മുറിയിൽ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം തലയ്ക്ക് വെട്ടിക്കൊല്ലുന്നു. ഈ കുട്ടി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ, ആ കുട്ടിയെ ഇവന്റെ ഒപ്പം പറഞ്ഞു വിട്ട വീട്ടുകാരുടെ അവസ്ഥ. ഇതിനകത്ത് ഇവൻ പറയുന്നത് പ്രതീക്ഷയായിരുന്നു. നമുക്കെല്ലാവരും എനിക്കൊക്കെ മോളുള്ളതാണല്ലോ. നമ്മളെപ്പോഴും പറയും, നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ വളർത്തുമ്പോൾ പണ്ടത്തെ പോലെ കെട്ടിച്ചു വിടാനൊന്നുമില്ല. എന്തെങ്കിലും നല്ല കരിയർ ഉണ്ടായി ഇവർ നല്ല നിലയിൽ വരണമെന്ന് ലോകത്തെ എല്ലാ അച്ഛനുമേ ആഗ്രഹിക്കും. അപ്പോൾ ഇതൊരു വലിയ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ സംബന്ധിച്ചുണ്ടല്ലോ, ഈ കുടുംബ ബന്ധങ്ങളിലുണ്ടായ ഒരു വലിയൊരു ശൈഥില്യം ഉണ്ടല്ലോ. നമ്മൾ പറയും കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ വളർത്തണം പറയുമ്പോൾ തന്നെ അത് പലപ്പോഴും ആ സ്വാതന്ത്ര്യത്തിന് ഒരു 18 വയസ്സാവുന്നവരെങ്കിലും ഒരു ചെറിയൊരു പരിമിതി ഏർപ്പെടുന്ന എപ്പോഴും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിന് ഒരു എല്ലാവരുടെയും വിചാരം പരിമിതികളില്ലാത്ത ഒന്നാണ് സ്വാതന്ത്ര്യം എന്നാണ്. അത് നമുക്ക് ഇപ്പോൾ ഞാൻ ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു വന്ന ഒരാളെന്ന രീതിയിൽ നമുക്കങ്ങനെ ഒരു വിചാരമുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എവിടെ ലിമിറ്റഡായി നിൽക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് വ്യക്തി എന്ന നിലയിൽ സ്വാതന്ത്ര്യം. നമ്മൾ ഈ നാട്ടിൽ നിയമവ്യവസ്ഥയ്ക്ക് കീഴെയാണ്, നമ്മൾ ഈ നാട്ടിലെ ഭരണഘടനയ്ക്ക് കീഴെയാണ്, നമ്മൾ ഈ നാട്ടിലെ സാമൂഹിക വ്യവസ്ഥിതികൾ എന്ന് പറഞ്ഞാൽ സോക്കോൾഡ് ആയിട്ടുള്ള പാട്രിയാർക്കൽ വ്യവസ്ഥിതികളോ കാര്യങ്ങളോ എല്ലാം പകരമായി ഈ സമൂഹത്തിൽ ആളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ എങ്ങനെ നിൽക്കണം, ക്രമസമാധാന പരിപാലനം എങ്ങനെയായിരിക്കണം, ഇന്നുള്ള റോഡ് സുരക്ഷ എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റഡ് ആയിട്ടുള്ള പരിസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യം മാത്രമേ നമുക്കുള്ളൂ. അതിനപ്പുറമായുള്ളൊരു സ്വാതന്ത്ര്യം ആർക്കുമില്ല. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കുട്ടികൾ, എനിക്ക് മുൻപുള്ള കാലഘട്ടങ്ങളിലെ ഡേറ്റയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പണ്ട് നല്ലതായിരുന്നു ഇപ്പം മോശമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ പോലെ കുറച്ചുകൂടെ പറയുമ്പോൾ എൻ്റെയൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 2015 ആ കാലഘട്ടമാണ്. ഈ സമയത്ത് കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ മദ്യം ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കോമണായി ഇപ്പോൾ കഞ്ചാവൊന്നുമല്ല, കൂടിപ്പോയ രാസലഹരികളാണ്. ഞാൻ ഈ സാധനം ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസവും ഇങ്ങനെ വളരെ കാഷ്വലായിട്ട് ഇതിനിടയിൽ പല ആളുകളും മെത്തിനെ കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നമ്മൾ ടി വിയിൽ ഓരോ വാർത്ത വരുമ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. പക്ഷേ പിള്ളേർക്കിടയിൽ ഇത് വളരെ കോമൺ ആണ്. പക്ഷെ പല ആളുകളും ഇപ്പോൾ ഈ സിനിമകളെയൊക്കെ ഇതിൻ്റെ പേരിൽ ബ്ലെയിം ചെയ്യാറുണ്ട്. ചേട്ടൻ അതിനെക്കുറിച്ച് എന്താണ്? അതെ, സിനിമയിൽ പലപ്പോഴും ഇതിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ മലയാള സിനിമയിൽ പലപ്പോഴും ഇപ്പം പല രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഗംഭീരമാണ്, ഇത് ഉപയോഗിക്കണം, ഇത് നല്ലതാണെന്ന രീതിയിൽ സൂചന കൊടുക്കണം. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു പ്രായം പക്വത ഉള്ളവർക്ക് അറിയാം ഇത് വെറുതെ സിനിമയ്ക്ക് അവർ കച്ചവടത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന്. പക്ഷേ ഈ സിനിമയെ കാണുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ കാണുന്നത്, ടി വി കാണുന്നത്, വാർത്തയിൽ കാണുന്നതൊക്കെ തന്നെ 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുണ്ട്. അവർ തന്നെ കണക്കിലെടുക്കും, ശരിയാണല്ലേ, സിനിമയിൽ വലിയ പ്രമുഖരായ ആളുകൾ പറയുന്നത് ചിലപ്പോൾ അവനൊക്കെ നടൻ ജീവിതത്തിൽ കണ്ടിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളായിരിക്കാം. പക്ഷെ ഇതിനെ മഹത്വവൽക്കരിച്ച് പലപ്പോഴും പറയുമ്പോൾ അതിൻ്റെ മനസ്സിലാക്കാത്ത പക്വതയില്ലാത്ത പ്രായത്തിൽ പലപ്പോഴും ഇത് ശരിയാണെന്ന് തോന്നുന്ന ഒരു വലിയ തലമുറയുടെ ഉണ്ട്. പക്ഷേ അതിനകത്ത് എനിക്കതിനകത്തൊരു പരിമിതമായ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. ഒന്ന്, നമ്മുടെ നാട്ടിലിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ നാട്ടിലിപ്പോൾ ഒരുപാട് കുട്ടികൾ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ പ്രസവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്.
അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ സുലഭമായി എന്തായാലും എക്സസൈസും കാര്യങ്ങളും ഒക്കെ ലോക തോൽവിയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ സുലഭമായി എല്ലായിടങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അവിടുന്ന് ഇവിടുന്നും ഒക്കെ ധാരാളമായി ഈ പറഞ്ഞ പോലെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് ഉപയോഗിക്കണം വേണ്ട എന്നുള്ളത് കുട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ പവറിനകത്തിരിക്കേണ്ട കാര്യമാവണം. അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്യണം? അവബോധം ഉണ്ടാവണം. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയ വായനകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കുട്ടികളെല്ലാവരും ഇങ്ങനെ ഡയറക്റ്റായിട്ട് എന്നാൽ കഞ്ചാവ് കുടിച്ചോളാൻ പറഞ്ഞല്ല, അത് ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അഡിക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. കാര്യം ഇതൊരു വലിയ ബിസിനസ് പരിപാടിയാണ്, നെറ്റ്വർക്കാണ്, അന്താരാഷ്ട്ര മാഫിയാണ് ശരിക്കും പറഞ്ഞാൽ. അന്താരാഷ്ട്ര മാഫി തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അത്ര പേര് ഉപയോഗിക്കുന്ന അത്ര പൈസ ഇവർക്ക് കിട്ടും. ഇതൊരു ചെറിയ പാക്കറ്റിന് പോലും ഒരുപാട് പൈസ. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടുകാരോട് പൈസ ഒരു കാര്യത്തിന് ചോദിക്കുമ്പോൾ അതിന് പരിമിതിയുണ്ട്. അവർ ചോദിക്കും എന്തിനാണ് എന്ന് ചോദിക്കും. അവർ പിന്നെ ഒരു ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് വാങ്ങിച്ചോ ചെയ്തോ എന്നൊക്കെ ചോദിക്കും. നമ്മളാരും അന്ന് ഇതൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ വീട്ടിലിരുന്ന് പൈസ വാങ്ങിക്കുമായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെ അല്ല. കുട്ടികളോട് പറയാണ് എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറയുന്നു. എന്റെ അച്ഛൻ 1 രൂപയാണ് തരിക. 50 പൈസ അങ്ങോട്ടുള്ള വണ്ടിക്കൂലിയും 50 പൈസ സ്കൂളിൽ നിന്ന് തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലിയും. 1 രൂപ ഓരോ ദിവസവും വെച്ച് തരും. 1.5 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനാണ് എന്ന് ചോദിക്കും. 50 പൈസ അധികമായി ഇപ്പൊ 2 രൂപയാണ് ചില്ലറ ഇല്ലെങ്കിൽ തരുന്നെങ്കിൽ 2 ദിവസത്തിന് പിന്നെ വണ്ടിക്കൂലി തരില്ല. കണക്കാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് പോയാൽ മാത്രം മതി. ഇൻ കേസ് എങ്ങനെ കയ്യിൽ നിന്ന് 50 പൈസ പോയാൽ അത് എന്തെങ്കിലും എക്സ്ക്യൂസ് വേണം. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മിഠായി മേടിക്കാനോ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനൊന്നുമില്ല. പിന്നെ സ്കൂളിൽ നിന്ന് ഡയറിയിൽ എഴുതി തന്നുവിടും, ഇത്ര രൂപ സാധനങ്ങളുണ്ട് കൊടുത്തയക്കണം എന്ന് പറയും. അല്ലെങ്കിൽ PTA മീറ്റിങ്ങുകളും കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ 1.5 ലക്ഷം രൂപയുടെ ഫോൺ വേണം, എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാർ നമ്മൾ വെറുതെ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ ധനികരല്ലാത്ത അല്ലെങ്കിൽ ഇടത്തരക്കാർ പോലും അല്ലാത്ത കുറച്ചുകൂടെ സാമ്പത്തിക കുറച്ചുകൂടെ തട്ടിലുള്ള ആളുകൾ പോലും ലോൺ എടുത്ത് ഇവർക്ക് ഈ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചിയോട് ഞാൻ സംസാരിച്ചപ്പോൾ വളരെ പരിചയത്തിലുള്ള ഒരു കേസ്, അവൾ അഡ്വക്കേറ്റ് ആണ്. കുട്ടി സ്കൂളിൽ പോകുന്നില്ല, 15 വയസ്സുള്ള കുട്ടിയാണ്, സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ കേസ് ഇങ്ങനെ വരും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ കേസ് ഇങ്ങനെ വന്നപ്പോൾ തിരക്കി കഴിഞ്ഞപ്പോൾ കുട്ടി വീട്ടിൽ ചെല്ലുന്നു. ഇവര് ചെന്ന് ചോദിക്കുമല്ലോ, റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി കുട്ടിയോട് ചോദിക്കുമ്പോൾ താല്പര്യമില്ല. 15 വയസ്സുള്ളൂ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, താല്പര്യമില്ല പോകാൻ. അപ്പൊ അമ്മ സിംഗിൾ മദറാണ്. അപ്പൊ അമ്മയ്ക്കൊരു പേടി, കൊച്ചിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുത്തു. നോക്കുമ്പോൾ കുട്ടിയുടെ 1.5 ലക്ഷം രൂപയുടെ ഐഫോൺ ആണ് ഇരിക്കുന്നത്. കുട്ടി ഇഷ്ടമുള്ള റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, സ്വിഗ്ഗിയിൽ ഓൺലൈനിൽ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കൂളിൽ പോകും. പിന്നെ കുട്ടീനെ റെസ്ക്യൂ ചെയ്ത് ഇപ്പം കുട്ടീനെ ബാലമന്ദിരത്തിലാക്കി കൗൺസിലിംഗ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. ഇത് ഏറ്റവും ചെറിയ കേസാണ്. ഇതുപോലെ ഒരുപാട് ഇടങ്ങളിലുണ്ട്. ഇപ്പോൾ പലയിടങ്ങളിലും ഇപ്പം ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കഥാനായകൻ 23 വയസ്സുള്ള ഇവന് എന്തിനാണ് ഇവന് 23-ാം വയസ്സിൽ ഇത്രയധികം കടം വന്നത്? ഇവന് നാട്ടിൽ ഒരുപാട് കടമുണ്ടെന്നാണ് പറഞ്ഞത്. പണയം വെച്ചിരിക്കുന്നു. അവൻ പലയിടങ്ങളിൽ നിന്നിട്ട് പണം ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവന്റെ അച്ഛന്റെ സഹോദരന്റെ അടുത്ത് 1.5 ലക്ഷം രൂപ എന്തോ അച്ഛൻ്റെ ആവശ്യത്തിനായി മേടിച്ചിരുന്നു. അപ്പോൾ അയാളത് ചോദിക്കാൻ വന്നതിൽ അവന് ദേഷ്യമുണ്ട് എന്നൊക്കെ പറയുന്നു. 23 വയസ്സുള്ള ഒരാൾ, കുടുംബം ഓൾറെഡി പ്രശ്നങ്ങളുണ്ടാവും ഇല്ലെന്നല്ല, പക്ഷെ ഇവന്റെ വ്യക്തിപരമായി ഇവനും കടങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ വ്യക്തിപരമായ കടങ്ങൾ എങ്ങനെ വന്നു? ഒരാൾക്ക് വ്യക്തിപരമായ കടങ്ങൾ വേണമെങ്കിൽ ചേട്ടാ ഒന്നെങ്കിൽ വീട് മേടിക്കണം, അല്ലെങ്കിൽ EMI ഉണ്ടായിരിക്കണം. ഇപ്പം ഞാനൊക്കെ EMI അടയ്ക്കുന്ന ആൾ, EMI ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിൽ പണത്തിൻ്റെ പരിമിതി വന്നപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് പണം മേടിച്ചതായിരിക്കാം. അതിനപ്പുറമായി നമുക്ക് ഒരു ആളുടെ വരുമാനത്തിൽ അധികമായി തുക അയാൾക്ക് അടച്ചു തീർക്കാൻ പറ്റാവുന്നതിൽ ഇരട്ടിയിലധികം തുക വരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ടെന്ന് തന്നെയാണ്. ഉണ്ട്. മാത്രമല്ല മനജ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പിള്ളേരെല്ലാം 2 വീലർ വേണമെന്ന് പറയും. ശരി, 2 വീലർ ചിലപ്പോൾ വലിയ പൈസ കൊടുത്ത് ലോൺ എടുത്ത് വാങ്ങിക്കൊടുക്കും. ഈ 2 വീലറിൽ പെട്രോൾ അടിക്കില്ലേ? അതെ, അപ്പം അതിന് കാശ് വേണ്ടേ? പലപ്പോഴും ഈ പിള്ളേർ ഇത്തരത്തിലുള്ള അത് പ്രോപ്പർ വർക്ക് കൾച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ ചേട്ടാ, അതായത് ഇപ്പൊ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പഠനത്തിനൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് സ്വന്തം ഇവിടുത്തെ വലിയ ധനികരായ ചിലരുടെ മക്കൾ പോലും വിദേശത്ത് പാർട്ട് ടൈം ജോലി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പ്രോപ്പർ, ഞാൻ പറഞ്ഞ ഇതിനെല്ലാത്തിനും ഒരു എന്താ പറയുക വിവേചന അധികാരം, ബുദ്ധി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ കാര്യങ്ങളെ സമീപിക്കേണ്ടതെന്നുള്ളൊരു ധാരണാക്കുറവ് നമ്മുടെ ഈ തലമുറയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു പരസ്പര ബന്ധമില്ലായ്മയുണ്ട് മനുജ, അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കാലത്ത് നമ്മുടെ അച്ഛനും എല്ലാവരും സൗകര്യം നല്ല കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അവനവന്റെ മുറിക്കാത്തൊരു കഥ. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് താമസിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ചേച്ചിയും വേറെ സ്ഥലത്താണ്. എൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. അപ്പോൾ അമ്മ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് രാവിലെ ഞങ്ങൾ മുന്നിൽ വീഡിയോ കോൾ ചെയ്ത് അടുക്കളയിൽ ഫോൺ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ അതിൽ നോക്കിയിട്ട് വർത്തമാനം പറയുന്നു. അപ്പം വീട്ടിലെങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. ഇതൊരു യൂഷ്വൽ റുട്ടീനാണ്. ഇപ്പോഴും രാവിലെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും ഇതാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ 1.25 മണിക്കൂർ
സ്ഥിരമായിട്ട് വീട്ടിൽ സംസാരിക്കുക, അച്ഛനെ വിളിക്കുക, ചേച്ചിയുടെ കുട്ടിയോട് സംസാരിക്കുക. പക്ഷെ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു. എനിക്ക് ഡേറ്റ ഇല്ല, പക്ഷെ നമ്മൾ ഈ കാണുന്ന എല്ലാവരും ഈ പറഞ്ഞ കൊലപാതകി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഇവർക്കൊക്കെ സമൂഹത്തിൽ ആരോടും ബന്ധമില്ല, അവർക്ക് അടുപ്പമില്ല, അവർ സോഷ്യലി തനിച്ചാവുകയാണ്. അവർ മനഃപൂർവ്വം എന്താ പറയുക സോഷ്യലി ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നു എന്നൊരു നിര്യാധാരണ ഉണ്ടാക്കി സ്വയം അങ്ങനെ ആവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിന് അവർ കുറെ പേരുണ്ട്. എന്താ പറയുക, ഫേക്ക് ആയിട്ടുള്ള ഡിപ്രഷനാണ് തനിക്കെന്നും, തനിക്ക് എന്താ പ്രശ്നമാണ്. നിങ്ങളൊക്കെ ഡിപ്രഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഡിപ്രഷൻ സർവൈവേഴ്സിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചുമ്മാ പേരിന് ഡിപ്രഷൻ അടിക്കുക. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അർഫാൻ എന്ന് പറഞ്ഞ വ്യക്തി അച്ഛന് വലിയൊരു കൈത്താങ്ങായേനെ. അദ്ദേഹത്തിന് ട്രാവൽ ബാൻ ഒഴിവാക്കി ഇവിടേക്ക് വരാനും, ഇനിയിപ്പോൾ പോട്ടെ ആ വീട് വിറ്റിട്ടാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്ന പണം അടച്ചുകൊണ്ട് നാട്ടിലേക്ക് ജീവിതം ഒന്നേന്ന് തുടങ്ങാമായിരുന്നല്ലോ. ടിവിയിൽ ആരോ ഒരാൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടു, ടിവിയിൽ യൂട്യൂബിലാണ്. അദ്ദേഹം പറയുന്ന ഒരു വലിയ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമിതാഭ് ബച്ചൻ ഇന്ത്യയിൽ അന്നത്തെ കാലത്ത് ഏറ്റവും ഇന്ത്യയിൽ പ്രതിഫലം വാങ്ങിക്കുമായിരുന്ന, ഇന്ത്യയിലെ ഏറ്റവും വലിയ പടുകൂറ്റൻ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ആ മനുഷ്യൻ്റെ ABC എന്ന കമ്പനി തുടങ്ങി അദ്ദേഹം പൊളിഞ്ഞടങ്ങി. ഇതിൻ്റെ വീട് പോലും ജപ്തിയിൽ ഏതാണ്ട് ഓൾമോസ്റ്റ് എത്തിയൊരവസ്ഥ വന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് കരകയറി. ആ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത്. ഈ വലിയ ഉന്നതിയിരിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ടാറുണ്ട്, അവർ തകർന്നാൽ പിന്നെ ആരും അവരെ തിരിഞ്ഞു നോക്കില്ല. അവരവർക്ക് അവനവൻ തന്നെ അവർ സ്ട്രൈവ് ചെയ്ത് അവർ വന്നേ പറ്റുള്ളൂ. ആ അമിതാഭ് ബച്ചൻ എന്നുള്ള മനുഷ്യൻ അദ്ദേഹം എങ്ങനെ തിരിച്ചു വന്നു എന്നുള്ളത് അദ്ദേഹം വളരെ വിശദമായി പറയുന്നത്. കണ്ടുപഠിക്കണം അതൊക്കെ നമ്മുടെ പുസ്തകം വായനയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം. ഹാപ്പിലി ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗൂസ്ബെറി പബ്ലിക്കേഷന്റെ ഒരു പുസ്തകം. 13 സ്ത്രീകൾ വ്യത്യസ്തമായ അനുഷരത്നമ്മ എഡിറ്റർ ആയിട്ടുള്ള, അതിൽ 13 വ്യത്യസ്തരായിട്ടുള്ള സ്ത്രീകൾ അവരും എഴുതിയിട്ടുണ്ട്, അതുപോലെയുള്ള ബാക്കിയുള്ളവരുടെയും കൂടെ. അപ്പൊ ഞാൻ ഇന്നലെ അതിന്റെ വായന കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഞാൻ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകും, ഞാൻ വായിച്ച പുസ്തകത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഓരോ അവസരത്തിൽ നിന്നും, അതായത് പട്ടിണിയും പരിവട്ടവും കടന്ന് വീട്ടിലെ ആളുകളുടെ സപ്പോർട്ട് പോലും ഇല്ലാതെ ജീവിതം തിരികെ പിടിച്ച 13 സ്ത്രീകളുടെ കഥകളാണ്. നിങ്ങൾക്കൊന്നും സ്വപ്നത്തിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല അവരത് എങ്ങനെ അച്ചീവ് ചെയ്തു. കാര്യം ഡിവോഴ്സ് ആയി വരുന്ന ഒരു സ്ത്രീയെ സമൂഹം കാണുന്നത് ഒന്ന് താൻ പോരുമ കാണിക്കുന്ന ഒരു സ്ത്രീ, അവൾക്ക് തനിച്ച് ജീവിക്കുക, അവൾക്ക് വേറെ പലതിൻ്റെ സൂക്കേട്, ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമാണ് സൂക്കേടാണെന്ന് പറയും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ, ഞാൻ പറഞ്ഞത് ജീവിതം നമുക്ക് ഏത് പ്രായത്തിലും റീസ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ കൊലപാതകിയോ അച്ഛന് വലിയ കൈത്താങ്ങായതിനെ, കുടുംബത്തിന് അമ്മ ക്യാൻസർ സർവൈവറാണ്, അവരെ നോക്കി നിൽക്കാമായിരുന്നു, അനിയനെ പഠിപ്പിക്കാമായിരുന്നു, നല്ല രീതിയിലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ അല്ല ചേട്ടാ. സീറോയിൽ നിന്നും ഇപ്പൊ പണം ഒന്നും അല്ലെങ്കിൽ പോലും സമാധാനമുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഉപ്പയ്ക്കൊരു കൈത്താങ്ങാവേണ്ട, അമ്മയ്ക്കൊരു സഹായമാകേണ്ട, അനിയനൊരു മാതൃകയാകേണ്ട, കാമുകിക്ക് നല്ലൊരു പങ്കാളിയാവേണ്ടിയിരുന്ന ഒരാളാണ് ഏതായാലും ഇത് നമ്മുടെ സർക്കാരും വകുപ്പുകളും ഒക്കെ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇത് ഓരോരുത്തരുടെയും അവനവൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത്. ഇത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ സുരക്ഷിതത്വം നോക്കുക എന്നുള്ളത്. അതിനാണ് നമ്മൾ ഇവിടെ അവരെ തിരഞ്ഞെടുക്കുന്നതും ടാക്സ് കൊടുക്കുന്നതും ഒക്കെ തന്നെ. ഏതായാലും ഇത് വളരെ ദുഃഖകരമായ സംഭവം തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമുക്കിപ്പോഴും അറിയില്ല. കാരണം അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൈവിട്ടു പോയോ എന്ന് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. നമസ്കാരം.